സൈക്കോളജിയിൽ ഇങ്ങനൊരു പദമുണ്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് ആ പദം. മോഡേൺ സൈക്കോളജിയുടെ ഉപജ്ഞാതാക്കൾ ഒരാളായ മാർട്ടിൻ സെലിഗ്മാനാണ് ഈ പദം കോയിൻ ചെയ്തത്. ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി തനിക്ക് ഇനി ഈ അനുഭവങ്ങളിൽ നിന്നും മോചനമില്ല എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അവസ്ഥയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടാൻ അവസരമുണ്ടെങ്കിൽ പോലും ഈ അവസരം ഉപയോഗിക്കാതെ പഴയ ദുരനുഭവങ്ങളുടെ പിടിയിൽ അകപ്പെട്ട് മോചനമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഒരു കഥയുണ്ട്. 2 തവളകൾ ഒരു തൈരുകുടത്തിൽ വീഴുകയാണ്. തൈരുകുടത്തിൽ വീണ ഉടനെ ഒന്നാമത്തെ തവള പറയുന്നു, നമ്മൾ ഈ കുടത്തിൽ പെട്ടുപോയി, ഇതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല, ഇവിടെ കിടന്ന് മരിക്കുകയാണ് നമ്മുടെ വിധി. രണ്ടാമത്തെ തവള പറഞ്ഞു, നമ്മൾ ഒരുപക്ഷെ മരിക്കുമായിരിക്കാം, എന്നാൽ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമത്തെ തവള വീണ്ടും ഈ വാക്കുകളെ അവഗണിച്ചു. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല, അതുകൊണ്ട് സാവധാനം മരണത്തെ രുചിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു എഫേർട്ടും എടുക്കാതെ ഒന്നാമത്തെ ഈ തവള ഈ തൈരുകുടത്തിൽ അതിൻ്റെ ജീവിതം തീർത്തു. രണ്ടാമത്തെ തവള എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ ഈ തൈരുകുടത്തിൽ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരുന്നു. ദീർഘനേരം ഈ പ്രവൃത്തി ആവർത്തിച്ചതിൻ്റെ ഫലമായി ഈ തൈര് ദ്രാവക രൂപത്തിൽ നിന്നും മാറി അത് വെണ്ണയായി മാറുകയും അതിൽ കാലുകൾ ഊന്നി ഈ കുടത്തിൻ്റെ പുറത്തേക്ക് തവള ചാടി രക്ഷപ്പെടുകയും ചെയ്തു. 2 തരത്തിലുള്ള മനോഭാവം ഈ കഥയിൽ നമുക്ക് ദർശിക്കാം. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഇതിൽ ഒന്നാമത്തെ തവളയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിത പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം എങ്ങനെ പറയുന്നു? പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്, അവൻ വീണ്ടും ആ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, അതിൽ നിന്ന് ഒരിക്കലും മോചനമില്ല. എന്നാൽ അല്പം കൂടി പ്രത്യാശയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കും, വീണെടുത്ത് നിന്ന് എഴുന്നേൽക്കാൻ അവൻ പരിശ്രമിക്കും. അവൻ്റെ പരിശ്രമം പാപം എന്ന ലൂപ്പിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും. പാപം എന്ന ചങ്ങലയ്ക്കും അപ്പുറം അതിൽ നിന്നും എന്നെ മോചിതനാക്കാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്നതായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രതീക്ഷയേറ്റ് കുറ്റബോധത്തിൽ പാപത്തിൻ്റെ ആഴക്കയങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ് കർത്താവായ ഈശോ മിശിഹായുടേത്. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. പാപത്തിൻ്റെ ആഴത്തിൽ നിന്നും നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഒറ്റ കുതിപ്പിന് പുറത്തേക്ക് ചാടി ദൈവത്തിൻ്റെ കരം ഗ്രഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.